അവരുടെ അടുത്ത് സ്ഥലം ഇത് തന്നെയല്ലേ പറഞ്ഞ? സമയം കൂടെ ആയാലും ഇനി വേറെ എവിടെയെങ്കിലും പോയി കാണോ? ഇല്ല ഇല്ല, അവരെങ്ങും പോകില്ല. നീ കൂളാവും സൂക്ഷിച്ചിരിക്കണം കേട്ടോ, വീടല്ലങ്ങ്. ചേട്ടാ വന്ന് ആ വന്നു നീ അടങ്ങ. സോറി രവതി, സലൂണിൽ ഇറങ്ങിയപ്പോ ലേറ്റായി. അല്ല ഇതെന്ത് ഇങ്ങനെ? ഞാൻ മോഡേൺ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞല്ലേ? അനന്തത് മോഡേൺ ആണല്ലോ. ഇത് നിറയെ മിനുക്കൊക്കെ ഉണ്ട്. സൂര്യപ്രകാശത്തിൽ അടിക്കുമ്പോൾ ഫോട്ടോയിൽ കാണാൻ നല്ല രസമായിരിക്കും. ഇതാണ് ഗ്രൂ. എന്ത് മിസ്മാച്ച്? അല്ല ഏട്ടാ, നിങ്ങളുടെ കോസ്റ്റ്യൂം അങ്ങോട്ട് ചേരണം. അതെ, ഫോട്ടോ എടുക്കുന്ന പണി നോക്കിയാൽ മതി. കോസ്റ്റ്യൂം ഡിസൈൻ ഒന്നും ആവണ്ട. ചേട്ടാ ഒന്ന് അടുത്തോട്ട് ചെയ്യോ? ചേട്ടാ ഒന്ന് ഫീൽ ചെയ്ത് നിൽക്കൂ. കൊള്ളില്ല. വെള്ളം വേണം. അതെ, ഒന്ന് പെട്ടെന്ന് എടുക്കണം, പോയിട്ട് വേറെ പരിപാടിയുള്ളതാ. ചേട്ടാ പറഞ്ഞോണ്ടൊന്നും തോന്നല്ലേ. ഈ ഓണത്തിന് അത്തപ്പൂക്കൾ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് ട്രീ കൊണ്ടുവച്ച് എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കണം നിങ്ങൾ. രാവിലെ ഈ ചുരിദാറൊക്കെ വലിച്ചേറ്റപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ട്രഡീഷണൽ തീമായിരിക്കുന്നു. ചേച്ചിക്ക് നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞു വിടായിരുന്നാ? ഇത് സരിന് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ടോ? അതുപോലത്തെ ആണെങ്കിലും മതിയായിരുന്നു. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ കുറച്ച് വെറൈറ്റി പോസുകൾ നോക്കി വെച്ചിട്ടുണ്ട്, അത് ചെയ്യാം. അല്ലേ മതി? അതായത് ഫസ്റ്റ് പോസ്, ഞാൻ ഇങ്ങനെ ഹാർട്ട് വയ്ക്കുമ്പോൾ ഇതിനകത്ത് രേവതിയുടെ മുഖം തെളിഞ്ഞു വന്നു. ആ ഫോട്ടോ ഇപ്പം എടുത്ത് വെച്ചോ. ഇനി രണ്ടാമത്തത്, ഞാൻ ഈ കണ്ണാടി എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ രേവതി അവിടെ നിൽക്കണം. പ്രതിബിംബം ഇതിൽ തെളിയണം. അത് നീ എടുക്കണം. ഞാനാ. ഇനി മൂന്നാമത്തെ. ചേട്ടാ എന്താ രേവതി? നമുക്ക് എന്തെങ്കിലും വെറൈറ്റി പിടിക്കാം. ഓ, വെറൈറ്റി. രേവതിക്ക് വെറൈറ്റി വേണം. അതിനോ പിടിക്കാം. എന്തോ ഏട്ടാ ചെയ്യാൻ പോണ? രേവതിക്ക് സ്പീഡ് പേടിയുണ്ടോ? എങ്കിൽ കമോൺ. മരിച്ചു. രേവതി ഓക്കെ അല്ലേ ബ്രോ? ക്യാമറ ഓക്കെ? വെക്കണോ? സേവ് ദ ഡേറ്റ് പാളിപ്പോയ സ്ഥിതിക്ക് രേവതി ഇംപ്രസ് എന്താണ് ഒരു വഴി? ചത്ത് എന്തോ നേട്ടാ? രേവതി ഇംപ്രസ് എന്താണ് ഒരു വഴി? ചേട്ടാ, ഞാനും കസിൻസും വെഡ്ഡിങ് റിസപ്ഷനെ ഒരു ഡാൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടുന്നുണ്ടോ? ഡാൻസ്? ചേട്ടാ, ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ മാസ് എൻട്രി കൊടുത്ത് ചേച്ചിയും വീട്ടുകാരും ഒന്ന് ഇമ്പ്രസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഉണ്ടാവും? കൊള്ളായിരിക്കും അല്ലേ? എങ്കിൽ ഇതെന്തോ നേട്ടാ? നമ്മുടെ കല്യാണത്തിന് രേവതിക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി സർപ്രൈസ് പൊളിക്കും. ഡാൻസ് വേണ്ട ഏട്ടാ. അല്ലേ, ഞാൻ നന്നായിട്ട് കളിക്കും. എന്നാലും വേണ്ട. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം ഓർത്ത് നല്ല അസലായിട്ട് കളിക്കും. ആര്? ഇവനാ? മോള് കേൾക്കണം. ഇവനെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറി. ആൾക്കാരെ കണ്ട് പേടിച്ചിട്ടേ നിക്കറി മുള്ളിട്ട് ഒറ്റ ഓട്ടം. പിന്നെ ഇന്ന് വരയ്ക്ക് അവൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. പിന്നെ ഈ കിണിക്കിലവൻ, ഈ കിണി മാത്രമേ ഉള്ളൂ. കോഴ്സ് കഴിഞ്ഞിട്ട് 3 കൊല്ലമായി, ഇതുവരെ സപ്ലി പോലും എഴുതിയെടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ജന്മ. അല്ല, മോളെന്തിനാ വന്നേ?
റിസപ്ഷന് ഡ്രസ്സ് ഒന്നിച്ചെടുക്കാൻ പോവാന്ന് വിചാരിച്ചു. സേവ് ഡേറ്റിനായതുപോലെ ആവരുതല്ലോ. രേവതി, ആ സരണേ, നീ കൂടെ വാ. അവനാകുമ്പോ കുറച്ച് കോസ്റ്റ്യൂം സെൻസ് ഉണ്ടല്ലോ. ചേട്ടാ, ചേട്ടന്റെ കസിൻസും സരിനും ഒക്കെ എന്തൊരു ഡാൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല കേട്ടാ. ഞാൻ നോക്കിയപ്പോഴേ ഇപ്പഴും DJ എന്ന് പറഞ്ഞ് നിൽക്കുക. ഇവനൊക്കൊന്നും ഉറക്കമില്ലേ? രേവതി, സത്യം പറഞ്ഞ ഈ മുഴുവൻ പരിപാടിയും പ്ലാൻ ചെയ്തത് ഞാനാ. ചുമ്മാ സത്യം. ഇതിന്റെ പുറകിലെ മാസ്റ്റർ പ്ലാൻ ആരുടേതാ? എൻ്റെ. ആ പിന്നെ ചേട്ടാ, ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു കസിന് സാറിന്റെ ഇൻസ്റ്റ ഐഡി ചോദിച്ചു. ഞാൻ കൊടുക്കട്ടാ? ഏയ് കൊടുക്കരുത്. അതെന്ന് വെച്ചാൽ അവന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ലൈനുണ്ടായിരുന്നു, കോളേജിൽ 2 എണ്ണം, ട്യൂഷൻ ക്ലാസ്സിൽ പിന്നെ വേറൊന്ന്. ഇതൊന്നും നിലനിൽക്കുമോ? അതുമില്ല. എല്ലാത്തിനും അവൻ തേക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ എടുത്ത് എൻ്റെ ഐഡി നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് രേവതിയുടെ ഹസ്ബൻഡിന് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കൊടുക്കരുത്. കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ടായതിനാണ് ചേട്ടത്തൊക്കെ പറയണത്. അതിപ്പോ ഇന്നത്തെ കാലത്ത് ആർക്കില്ലാത്ത. എനിക്കും ഉണ്ടായിരുന്നു കുറെ. എന്ത് ചേട്ടനില്ലായിരുന്ന? ഉണ്ടായിട്ടുണ്ട് കുറേ. ആ അതാണ്. പിന്നെ നമുക്ക് കുറേ നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നാലോ? നല്ല ടയേർഡല്ലേ ചേട്ടാ, നമുക്ക് കിടന്നാലോ? അല്ല പിന്നെ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ. രേവതിയുടെ സങ്കല്പത്തിലെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ ചോദിച്ചാ നല്ല ബോൾഡായിരിക്കണം, നല്ല റൊമാൻറ്റിക്കും ആയിരിക്കണം. അല്ല, ഞാൻ അത്യാവശ്യം നല്ല ബോൾഡാണ്. അതുപോലെ തന്നെ നല്ല Five, 6, 7, 8, 9, 10. ചുമ്മാ സ്ട്രെച്ച് മാത്രം ചെയ്ത് എന്നെ പോലെ എക്സസൈസ് ചെയ്യാൻ നോക്കടാ. അതെ ചേച്ചി, ഇത് കണ്ടാ ഇതുപോലെ മസിലേക്ക് ഉണ്ടാക്കാതെ. ഓ പിന്നെ പെണ്ണുങ്ങൾക്ക് തന്നെ മസിലൊന്നും വരത്തില്ല. ആര് പറഞ്ഞു? എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു പണ്ട്. പുള്ളിക്കൊരു അടിപൊളി ബോഡി ബിൽഡറായിരുന്നു. ചുമ്മാ കിടന്ന് ചെയ്യാൻ നോക്കണം. ആ ചേട്ടാ, ഞാനേ ഇന്ന് ഈവനിങ് സരൻ പോണ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാ. മുന്നേ പൊക്കോണ്ടിരുന്നേ. അല്ല ചേട്ടൻ ജിമ്മിലൊന്നും പോകാറില്ലേ? ഞാൻ മറ്റേ ഇയർലി പാക്കേജാ. ഇയറിൽ ഒരു തവണ മാത്രമേ പോകാറുള്ളൂ. ഉയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ചേട്ടാ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. പിന്നെന്താ? ഡ്രോപ്പാ? എങ്ങനെ തലേ കെട്ടിച്ചോണ്ട് പോവോ? എന്റെ ചേച്ചി ഇങ്ങനെ വണ്ടി ഓടിക്കാന്ന് അറിഞ്ഞൂടെ? അറിയൂലേ? എനിക്ക് ബൈക്കിൽ കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ പൊന്നേച്ചി, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കാറ് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞത്? വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ അത് തന്നെ. അത് പിന്നെ രേവതി, ഞാൻ ഈ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്ന ഇടയ്ക്ക് ഈ സില്ലി കാര്യം വിട്ടുപോയി. അല്ലാതെ പേടിച്ചിട്ടല്ല അല്ലേ? ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ പോലും അമ്മയുടെ കൈ പിടിച്ച റോഡ് നോക്കിയാറ് അതിലിടെ തക്കണു. നിന്റെ സപ്ലിയുടെ ഫീസ് അടയ്ക്കാൻ പോണ ദിവസമല്ലേ? നിനക്ക് സമയമില്ലേ? ഞാൻ പൊക്കോളാം. ചേച്ചിക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നാ ഞാൻ ഇപ്പൊ വരാം. ചേച്ചി പെട്ടെന്ന് വാ. വരുന്നടാ. എവിടെ സമയമാണ്. ബൈ. ടൂ വീലർ വിത്ത് ഗിയർ, ടൂ വീലർ വിത്തൗട്ട് ഗിയർ, 3 വീലർ ഓട്ടോ, ട്രാൻസ് ഹെവി വെഹിക്കിൾ, ട്രക്ക്, ബസ്. ഇതാണ് അച്ഛനെ ഇന്ന് തന്നെ തുടങ്ങാമല്ലോ അല്ലേ? ഇന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ബ്രേക്കാണ്, ഇത് ആക്സിലേറ്ററാണ്. ബ്രേക്ക് വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ മതി. ബ്രേക്ക് വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കണം. മനസ്സിലായില്ല? ബ്രേക്ക് വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കണം. ബ്രേക്ക് വിട്ടിട്ട് ആക്സിലേറ്റർ. അല്ല ശരി ശരി, വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, ബ്രേക്ക് വിടണം. എന്നിട്ട് മറ്റേ ചേട്ടൻ
കണ്ട് എനിക്ക് ഇത് തന്നെയാണ് എങ്ങനെ നടന്ന ചെറുക്കന എന്തിനാടാ അറിയാത്ത പണിക്ക് പോയത്? അമ്മ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കാൻ പോയത്. പഠിക്കാൻ പോയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ലേശം വേദനയുണ്ട്. എന്നാലേ ഈ വേദനയും വെച്ചിട്ട് എവിടെയെങ്കിലും പോയി അടങ്ങിയിരി. അതേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. ഏത് പാട്ടെന്ന് പറ? സംശയം എന്ത്? പുള്ളുവൻ പാട്ടു. കസ്തൂരിമാനിലെ പാട്ട്. ആ, പറഞ്ഞപ്പോ മനസ്സിലായി. ചേച്ചി, എൻ്റെ വയലും വായന കേട്ടിട്ടേ കോളേജിൽ എത്ര പെമ്പിളരെ വീണെന്നറിയോ? എടാ, ഈ തള്ളീന്റെ പകുതി നീ പരീക്ഷയ്ക്ക് തള്ളിയിരുന്നെങ്കിൽ പണ്ടേ പാസ്സായി പോയെന്നെ. എൻ്റെ പൊന്നു ചേച്ചി, അത് വേ, ഇത് റേ. എന്തായാലും ഞാൻ അടുത്തതായി റാപ്പാടി പാടുന്നത്. അയ്യോ, രേവതി, എൻ്റെ കുഴമ്പെടുത്ത് തന്നെ. ആ മോ ഒരു കാര്യം ചെയ്യേ, ഇവിടെ ഇരുന്ന് റാപ്പാടി പാടിക്കൊണ്ടിരിക്കും. ഞാൻ പോയിട്ട് വരാവേ. അല്ലെ ചേച്ചി, റാപ്പാടി കേട്ടിട്ട് പോ. ഓടാർക്ക കലാബോധമില്ല, ഞാൻ തന്നെ വായിക്കാം. ഓക്കെ രേവതി. ആ, അയ്യോ ചേട്ടാ, കൈ ഇപ്പൊ ശരിയായതല്ലേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുമല്ലേ. ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, വേറെ എന്തെങ്കിലും ഇല്ല. ചെയ്തു. ടെൻഷൻ അടിക്കുമ്പോ ഞാനില്ലേ ഇവിടെ? എങ്ങോട്ട്? തൊലയെ കൂടിയിട്ടുണ്ട്. ഓ, ഭാര്യ വന്നപ്പോൾ ഇതൊക്കെ ചെയ്യാൻ അറിയാമല്ലേ? ആ, പറയാൻ എനിക്കറിയുന്നു. ടെൻഷൻ അടിക്കണ്ട. ഡാ. എന്ത്? ആരടാ ഫോണില്? അത് ചേച്ചി എൻ്റെ ഗേൾ, അല്ല ഫ്രണ്ട് ഗേളാ. ഏത് ഫ്രണ്ട്? അല്ല അത് മറ്റേ ഡാ ചെറുക്ക, അടുത്തത് നിന്റെ കെട്ടാണ്. അതിനിടയ്ക്ക് വല്ല ഏണി ഒപ്പിച്ച് വെച്ചാലേ ലാസ്റ്റ് പെണ്ണ് പോലും കിട്ടൂല, പറഞ്ഞേക്കാം. എന്തായാലും ആ ടെൻഷനൊന്നും എനിക്കില്ല. അതെന്താ? ചേച്ചിയെ ചേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോ എന്നെ കൊണ്ടുവന്നോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? നിന്നെ കൊണ്ടുവരാത്തോണ്ട്. എക്സാക്ട്ലി. എന്നാ എന്നെ എന്തുകൊണ്ടാ കൊണ്ടുവരാത്തത് എന്നറിയാമോ? ഇല്ല. ചേച്ചിയെ പെണ്ണ് കാണുന്നതിന് മുമ്പ് 2 പെണ്ണ് കാണലും ഞാനും ചേട്ടനോടെ പോയിരുന്നു. എൻ്റെ സ്മാർട്ട്നെസ് കണ്ടുകൊണ്ടായിരിക്കും ആ പെൺകുട്ടികൾക്ക് എന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ക്വയറ്റ് നാച്ചുറൽ. അതുകൊണ്ട് പെണ്ണ് കിട്ടില്ല എന്നുള്ള ടെൻഷൻ എന്തായാലും എനിക്കില്ല. ഇതൊക്കെ കണ്ടാ മതി. ഇനി അവനെ ഈ വീട്ടിൽ വച്ചോണ്ടിരുന്ന ശരിയാവൂല. ഡാട്ടാ, രവി ഇരിക്കൂ. അല്ല, കുറച്ച് പണിയുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ പണിയെടുക്കാതെ കുറച്ചൊക്കെ റെസ്റ്റ് വേണ്ടേ? ഇരിക്കൂ. അപ്പൊ അവിടെ കഴിക്കൂ. ഇല്ല, വേണ്ട. ആ തിണ്ടിയെ കാണുന്നില്ലല്ലോ. ആ വരുന്നു. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇന്ന് സിനിമയൊക്കെ കാണാൻ പോകണം. പിന്നെ മന്തി കഴിക്കണം. നിന്റെ മന്തി കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നീ ഈ സപ്ലി അടിച്ച് ട്യൂഷന് പോയി ബാലാക്കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. എടാ, നിനക്കിവിടെ എന്തിൻ്റെങ്കിലും കുറവുണ്ടോ? ഞാൻ നിനക്ക് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തരുന്നില്ലേ? പഠിക്കുക എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ നിനക്കുള്ളൂ. എൻ്റെ അനിയൻ എന്നുള്ള നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? നിന്നെ പണ്ട് ഈ വീട്ടിൽ 10 പൈസയൊക്കെ ഗുണമുണ്ടോ? എന്താണ് ഇവിടെ ഒരു ബഹളം? അമ്മ, ഇവരൊരു ലക്ഷ്യബോധം ഇല്ലാന്ന്. നീ എന്ന് പറഞ്ഞ മറ്റേ കോഴ്സില്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൽ നീ പോകണം. ചേട്ടാ, അതിന് അഡ്മിഷൻ എടുക്കണം, ഫീസ് അടക്കണം. അത് പിന്നെ കൊച്ചിയിലല്ലേ. അഡ്മിഷൻ എടുത്തു, ഫീസും അടച്ചു. നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ചേട്ടാ, നാളെ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ബസ്സിനും ട്രെയിനൊന്നും ടിക്കറ്റ് കിട്ടൂല. ഇന്ന് വൈകുന്നേരത്തെ അമൃതയുടെ ടിക്കറ്റ്. മര്യാദയ്ക്ക് പോയിക്കോണം. അമ്മ, എടാ, അവൻ നിന്റെ നല്ലതിനല്ലേ പറയണേ. മര്യാദയ്ക്ക് പൊയ്ക്കോണം. ഞാൻ സിനിമ കണ്ടിട്ട് പൊക്കോളാം. പോയി പേക്കടാ സിനിമ. എൻ്റെ അടുത്താണ് എൻ്റെ കളി. ഏത് പേടിക്കണ്ട. പ്രധാന ശല്യം ഒഴിഞ്ഞു. ഇനിയാണ് എൻ്റെ കംബാക്ക്. അഴിഞ്ഞാട്ടും രവതി തുണി മടക്കാണോ? അങ്ങോട്ട് സഹായിക്കാം. ഇത് രാവിലെ എന്തായിരുന്നു?
ചേട്ടാ ഇത്രയ്ക്ക് ബോൾഡാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കൊള്ളാം കൊള്ളാം. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു രേവതി. പക്ഷെ എന്നാലും അവൻ പോയപ്പോൾ എന്തോ പോലെ ശരിക്കും ബോറടിക്കുന്നു. ബോറാ? നാളെ മുതൽ നോ ബോർ. നമ്മൾ ട്രിപ്പ് പോകുന്നു. ശരിക്കും? ശരിക്കും. അപ്പൊ ഇതിവിടെ മടക്കി വെക്കേ, ഞാൻ പോയി നാളത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട്. വിത്ത് പ്ലഷർ. സെറ്റ്. How to impress a girl. പ്രിയപ്പെട്ട രേവതി, നല്ല മഴയത്ത് ടെറസിലെ ബാൽക്കണിയിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരു ചൂട് കട്ടനും ഒരു പാക്കറ്റ് മിച്ചറും കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതിലെ കട്ടനാണ് ഞാൻ, രേവതി മിച്ചറും. അതിൽ കറിവേപ്പിലയും കപ്പലണ്ടിയും ഒക്കെ വകഞ്ഞു മാറ്റി ഒടുവിൽ മിച്ചറെടുത്ത് തിന്നും പോലെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. എന്ത് ചെയ്യായിരുന്നു? എക്സസൈസ്. രേവതി, ആ ഒന്നീ വന്നേ. എന്താ? വാ, ദേ ഇവിടെ നിന്ന്. ഇന്ന് രേവതി ശരിക്കും പ്രശ്നമായി. നീ റൈറ്റ് ട്രാക്കിലാണ് മോനെ. കീപ് ഇറ്റ് അപ്പ്. ചേട്ടാ ഒന്ന് താഴെ വന്നേ. എന്താ രേവതി? വാ. വരാം. നീ എന്തിനാണ് തിരിച്ചു വന്നത്? ചേട്ടാ എനിക്ക് അവിടുത്തെ ഫുഡൊന്നും ശരിയാവണല്ലോ ചേട്ടാ, അതുകൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. നീ ഫുഡ് കഴിക്കാനാണോ പോയത്? പിന്നെ ചേട്ടൻ തന്നെ പറ, ഫുഡ് കഴിക്കാതെ പഠിക്കാൻ പറ്റുമോ? ചേട്ടന് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അത്രേ ഉള്ളൂ, എനിക്കും പഠിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. ഞാൻ ഇവിടെ ഇങ്ങ് വന്ന. എന്നാ പിന്നെ നീ ഇവിടെ എന്തേലും നോക്ക്. ഞാൻ 2 ദിവസം മുമ്പോടെ ചേട്ടനടുത്ത് പറഞ്ഞേ ഉള്ളൂ, നീ ഇല്ലാത്തോണ്ട് ഭയങ്കര ബോറടി. കണ്ട, അതാണ്. ഇത്രയൊക്കെ ഫീസ് അടച്ചതല്ലേ? അമ്മ അതൊക്കെ ഞാൻ റീഫണ്ട് മേടിച്ചോളാം. ആ പോയി കഴിക്കാൻ വല്ല വീട്. മോള് വാ. പെട്ടെന്ന് നാറിയിട്ട് പയ്യ പോയി കുളിച്ചിട്ട് വാടാ. ഓ, 2 ദിവസം കൊണ്ട് വയറൊക്കെ ചാടിയല്ല. രേവതിക്ക് ഇതുപോലുള്ള ഊളകളെയാണ് കൂടുതൽ ഇഷ്ടം. ഒരു ട്രാൻസ്ഫോർമേഷൻ സമയമായി. എങ്ങനെ ഉണ്ട്? എന്തോ കോലോടാ. സൂപ്പർ ആയിട്ടുണ്ട്.
ഈ കോലത്തിനാണ് നമ്മൾ റിസപ്ഷന് പോണത്. അതെ, നിങ്ങളങ്ങ് പോയാൽ മതി, ഞാനെങ്ങും ഇല്ല. ഇതിനെ കണ്ടാലേ വല്ല പട്ടി ഓടിക്കും. ചേച്ചി എന്തുകൊണ്ട് നോയിക്കൊണ്ടിരിക്കണേ? എന്നെ വല്ല പാടത്ത് കൊണ്ട് വയ്ക്ക്. എൻ്റെ പൊന്നെണ്ണ പറ്റാവണ പണിക്ക് പോയാൽ പോരെ, അതും എൻ്റെ ഡ്രസ്സ് വിട്ട്. എന്തേത് എന്റെ ചെലവിന് ജീവിച്ചിട്ട് നീ എന്നെ കളിയാക്കണം? തമാശക്ക് പറഞ്ഞാ. തമാശ? നീ ഇട്ടേക്കണ ഡ്രസ്സ്, പിന്നെ ഷോ കാണിക്കണ വണ്ടി, ഇതൊക്കെ ഞാനല്ലേ വാങ്ങി തന്നത്. ആ വണ്ടിയിൽ പെട്രോൾ അടിക്കാനുള്ള കാശെങ്കിലും നീ ഉണ്ടാക്കുന്നുണ്ടാ? ചേട്ടാ, ചേട്ടൻ ഇപ്പൊ വെറുതെ അവൻ്റെ അടുത്ത് ചൂടാവണേ. ചേട്ടന് ചേരാത്തൊരു ഡ്രസ്സ് ഇട്ടപ്പോ അത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്നല്ലേ മതി. എനിക്കതിനെ പോലെ കോസ്റ്റ്യൂം സെൻസ് ഒന്നുമില്ല. വണ്ടി ഓടിക്കാനും എനിക്ക് അറിഞ്ഞൂടാ. പെണ്ണുങ്ങളെ മയക്കുന്ന മാജിക്കും എനിക്ക് വശമൊന്നുമില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ ശ്രമിച്ചു. പക്ഷേ രേവതി സ്വപ്നം കാണുന്നൊരു പാർട്ട്ണറാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രേവതിക്ക് എന്നെ പോലെ ഒരാളല്ല വേണ്ടതെങ്കിൽ നിർത്തടാ, പറഞ്ഞു എങ്ങോട്ട് കയറി പോണത്? അമ്മയ്ക്ക് അറിഞ്ഞൂടമ്മ. കൊച്ചിലെ മുതലേ ഞാൻ കേട്ട് കേട്ട് മടുത്ത്. ചേട്ടാ, ചേട്ടാ ഇതുവരെ ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം മാത്രമല്ല നേരത്തെ എന്നോട് പറഞ്ഞോളൂ. പക്ഷെ അച്ഛൻ മരിച്ച ശേഷം കടങ്ങളെല്ലാം തീർത്ത് കുടുംബത്തിനെ നല്ല നിലയിലാക്കിയില്ലേ ചേട്ടൻ? ഇപ്പോഴും അമ്മയുടെയും സരിൻ്റെയും കാര്യമെല്ലാം ചേട്ടനെല്ലാം നന്നായിട്ട് നോക്കണേ. ചേട്ടാ, എനിക്ക് ചേട്ടനെ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പോഴും ചേട്ടൻ ഇന്നസെൻ്റായി ചേട്ടൻ പല കാര്യങ്ങളും ഞാൻ എൻജോയ് ചെയ്യുന്നുമുണ്ട്. അല്ലാതെ ഇന്ന കാര്യം ചെയ്താലേ ഞാൻ ഇമ്പ്രസ് ആവുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ എന്നൊന്നും ഇല്ല. ചേട്ടൻ്റെ ഉള്ള സ്നേഹം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോരെ. പിന്നെ ചേട്ടാ ആർക്ക് വേണ്ടി മാറാനൊന്നും നോക്കണ്ട കേട്ടാ. ചേട്ടാ, എൻ്റെ ചില നേരത്തെ തമാശകൾ ചേട്ടന് ഇത്രയ്ക്ക് ഫീൽ ആവണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സോറി ചേട്ടാ. ഞാനാണ് ഈ വീട്ടിൽ ഇത്ര വലിയ പ്രശ്നമെങ്കിൽ ഞാൻ ഇങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം. ഓ, നീ ഇനി വേറെ മാറി താമസിച്ചിട്ട് വേണം. വാടകയ്ക്കുള്ള കാശ് കൂടെ ഞാൻ തരാം. ഏർപ്പാടാ. പിന്നെ ഈ ചൂടത്ത് ഇതൊക്കെ എങ്ങനെയാ ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഞാനൊക്കെ സമ്മതിക്കണം. കല്യാണം കഴിഞ്ഞ ചില ആണുങ്ങളെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇൻസെക്യൂരിറ്റി. ഞാൻ ഭാര്യയ്ക്ക് മാച്ചാണ്, അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭർത്താവാൻ എന്നെ കൊണ്ട് പറ്റുമോ, അവൾക്ക് എന്നെ ഇഷ്ടമാവോ എന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത പേടി. ഇവിടെ പ്രശ്നം വേറൊന്നുമല്ല, നമ്മുടെ വാല്യൂ, അതായത് നമ്മൾ എത്ര അടിപൊളിയാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കാത്തതാണ്. ഈ ലോകത്ത് ഓരോ വ്യക്തിയും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്, അവരുടെ അഭിപ്രായങ്ങളും കളിയാക്കലും കേട്ട് നമ്മൾ മാറാൻ ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജെനുവിനായിട്ട് ജീവിച്ചാൽ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരെന്നും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന